ഒരുങ്ങി കിട്ടി എല്ലാവരും എങ്ങോട്ടാന്ന് വെച്ചാൽ വടകര ആശ ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു കേട്ടോ. എനിക്ക് 1-2 ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതും ചെയ്ത് പോകുന്ന വഴിക്ക് നമ്മളിതാ വടകരയുള്ള ഒന്തം റോഡിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു റെയിലൊക്കെ കടന്നു വേണമായിരുന്നു പോകാൻ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്പാടി ചൂച്ചു വേണ്ടി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വഴി 1-2 തവണ പോയെങ്കിലും പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ കുറേ കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു ജ്വല്ലറീസും അതേപോലെ കുറേ ബാഗ് കടകളും കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ജ്വല്ലറിക്കകത്ത് കയറിയിട്ട് അവിടെ നിന്ന് ഒരു സെക്കൻഡ് സ്റ്റഡൊക്കെ സെലക്ട് ചെയ്തു. തൊട്ടടുപ്പുറത്തെ കടയിൽ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ജെ ഷേപ്പുള്ള ഞാൻ മൂക്കുത്തി എടുക്കാമെന്ന് കരുതിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാനൊരു അടിപൊളി മൂക്കുത്തിക്ക് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇപ്പം മൂക്കുത്തി ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതും അവിടെ കൊടുത്തു കേട്ടോ. ഉച്ച സമയം കഴിഞ്ഞുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അടുത്തുള്ള കാഞ്ചന ഹോട്ടലിൽ കയറി നല്ല ചൂട് ബിരിയാണി കഴിച്ചു കേട്ടോ. അമ്പാടിക്കാണെങ്കിൽ ഒരു പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്പാടിൻ്റെ ചെരുപ്പാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് മറന്നു പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് അതും എടുത്തു. ഫ്രണ്ടിൻ്റെ വീട് അടുത്തായിരുന്നു കേട്ടോ. അവിടെ നോക്കി കുറച്ച് സമയം അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കണ്ടേ പിന്നെ ഇന്നിപ്പോൾ നൈറ്റ് കയറേണ്ടതെന്ന് ആലോചിച്ച് സങ്കടപ്പെടുമായിരുന്നു. ആ സങ്കടം മാറ്റാനായിട്ട് ഞാൻ സിപ്പപ്പും കുറച്ച് ലേസൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.